പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത തേടി സിബിഐ. ദില്ലി എയിംസിൽ നിന്നും സിബിഐ വിദഗ്ധോപദേശം തേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ എയിംസിന് അയച്ചു. സിദ്ധാർത്ഥൻ ക്രൂരമായ ആക്രമണത്തിനിരയായെന്നും അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും സിബിഐയുടെ കുറ്റപത്രത്തിലുണ്ട്. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത തേടിയിരിക്കുന്നത് സിബിഐ? എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തേണ്ടി വരിക? ശ്രുതി, സിദ്ധാർത്ഥ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന് കാണിച്ചുകൊണ്ടാണ് സിബിഐ ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ദില്ലി എയിംസിൽ നിന്നും സിബിഐ ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധോപദേശം തേടിയിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളാണ് എയിംസിന് സിബിഐ ഉദ്യോഗസ്ഥർ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടി വിശദീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികൾ, സിബിഐയുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ. ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ 19 പ്രതികളാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇത് സിബിഐയുടെ പ്രാഥമിക കുറ്റപത്രമാണ്. ഇത് സംബന്ധിച്ച് പിന്നീട് തുടർ കുറ്റപത്രം ഉണ്ടാകും എന്നുള്ള കാര്യവും ഇപ്പോൾ സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പകർപ്പ്, ഈ പ്രാഥമിക കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികൾക്ക് നൽകണമെന്ന് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രതികളുടെ ജാമ്യ ഹർജികൾ വെള്ളിയാഴ്ചയിലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ഇന്നത് പരിഗണിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഉള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഏതായാലും അനുബന്ധ കുറ്റപത്രം ഉടൻ ഉണ്ടാകും എന്നുള്ള കാര്യം സിബിഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട് ശ്രുതി. മാർച്ച് 9 ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആവശ്യത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ, അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. സിബിഐ അന്വേഷണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ അതിനുശേഷം നടപടിക്രമങ്ങൾ വൈകിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് സമീപിച്ചത്. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇത്തരത്തിലുള്ള സിബിഐക്ക് കേസ് അന്വേഷണം വിടുകയും സിബിഐ അന്വേഷണം ഏറ്റെടുക്കുകയും ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. ശരി, സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത തേടിയിരിക്കുകയാണ് സിബിഐ.